ശബരിമല പരാമർശിച്ചുള്ള പാരഡി ഗാനത്തിൽ കേസെടുത്തതിൽ വിമർശനം ഉയരുമ്പോഴും നടപടി ഘടിപ്പിക്കുകയാണ് പോലീസ് അങ്ങനെ മുന്നോട്ടു പോവുകയാണ് നിയമ നടപടികളുമായി. വിവരശേഖരണത്തിന്റെ ഭാഗമായി സൈബർ പോലീസ് മെറ്റയ്ക്ക് കത്തയച്ചു. വിശ്വാസത്തെയോ ദൈവത്തെയോ കളിയാക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് CPIMന്റെ നിലപാട്. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണമെന്നുള്ള അഭിപ്രായമാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനുള്ളത്. പാരഡി ഗാനങ്ങൾ ഉണ്ടാവാറുണ്ട് ധാരാളം. വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയോ വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യുകയൊക്കെ ചെയ്യുന്ന പാട്ട് ഒഴിവാക്കുന്നതായിരിക്കും ഒരു മതസൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും ഉതകുന്നത്. അതിന് ഘടകവിരുദ്ധമായി ഉണ്ടായാൽ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ശബരിമല ശ്രീ ശാസ്താവിനെയും ഗണപതി ഭഗവാനെയും അതുപോലെ ആറ്റുകാൽ ദേവിയൊന്നും കളിയാക്കിക്കൊണ്ടുള്ള പാട്ടൊന്നും ഇടതുപക്ഷം ചെയ്തിട്ടില്ല. വിശ്വാസികൾ തന്നെ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അത് അതിൻ്റെ മുറയ്ക്ക് പോകും. എന്നാൽ പാരഡി ഗാനത്തിനെതിരായ നടപടിയെ വിമർശിച്ചും പരിഹസിച്ചും ഇന്നും കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. കേരളത്തിന്, സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണ്. ഞങ്ങളിത് പരിഹാസത്തോടു കൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത്, ഗൗരവത്തോടു കൂടിയല്ല, പരിഹാസത്തോടു കൂടി ഈ കേസെടുത്തതിന് ഞങ്ങളതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. എന്തായാലും ആ ഗാനം, ആ പാരഡി ഗാനം എത്ര പേരെ വിഷമിപ്പിച്ചു എന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. എത്ര പേര് ഇത് ഈ പാരഡി ഉണ്ടാക്കിയതാണോ കുറ്റം, അയ്യപ്പൻ്റെ സ്വർണം കവർന്നതാണോ കുറ്റം? എത്രമാത്രം ഒരു പ്രസ്ഥാനം അധപ്പതിച്ചിരിക്കുന്നു, എത്ര താഴേക്ക് പോയിരിക്കുന്നു. ഞങ്ങൾക്ക് തന്നെ നാണക്കേട. ഇവരോടൊക്കെയാണല്ലോ ഞങ്ങൾ ഈ യുദ്ധം ചെയ്യേണ്ടതെന്ന്. ഒരു പാട്ട്, ആ പാട്ടിനെതിരെ വ്യാപകമായി കേസെടുക്കുന്നു, വ്യാപകമായി അതിനെ പിൻവലിക്കണമെന്ന് പറയുന്നു. ആ പാട്ട് പാടാൻ അനുവദിക്കാത്തവർ സിനിമയെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ? രണ്ടുപേരും ഒരു നയമല്ലേ ഫോളോ ചെയ്യുന്നത്. പാട്ട് പാടി എന്താ, ഒരു പ്രശ്നമില്ല. ഓറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, അത് മതി, അത്ര കേട്ടാൽ മതിയല്ലോ. ഞാൻ പ്രതിഷേധിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതിന് പേരിൽ കേസെടുത്തോട്ടെ. അങ്ങനെ കേസെടുത്ത് ഇത് അവസാനിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. അത് ഇവിടുത്തെ ഓരോ കൊച്ചുകുട്ടി മുതൽ ഈ പാട്ട് പാടുന്നുണ്ട്. എല്ലാവർക്കെതിരെ കേസ് എടുക്കാനാണെങ്കിൽ ഇവിടുത്തെ ജയിലുകൾ പോരാതെ വരും. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ CPIMന് വിശ്വാസം പ്രശ്നമായിരുന്നില്ലെന്ന് BJP നേതാവ് V മുരളീധരൻ കുറ്റപ്പെടുത്തി. മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് താല്പര്യമുള്ള ബന്ധമുള്ള ചില ആളുകളാണ് ഈ കേസുമായിട്ട് പോയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതിൽ വിശ്വാസത്തിൻ്റെ പ്രശ്നം വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോഴാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തോന്നിയത് ഇതിൽ വിശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ടെന്ന്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നവുമായിട്ടും മാർക്സിസ്റ്റ് പാർട്ടി ബന്ധപ്പെടുത്തില്ലായിരുന്നു. വിശ്വാസത്തിനെ കുറിച്ച് ഇത്രയും വലിയ താല്പര്യമുള്ള ആളുകൾ ശബരിമലയിൽ ആചാര ലംഘനത്തിന് വേണ്ടിയിട്ട് എന്തിന് നേതൃത്വം നൽകി ആ കാലത്ത്? റിനു ശ്രീധർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. റിനു, പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ, അത് ചിലയിടത്തുനിന്ന് രൂക്ഷ ഭാഷയിൽ വിമർശനമാണെങ്കിൽ മറ്റ് ചിലയിടങ്ങളിൽ നിന്ന് പരിഹാസമാണ്. പക്ഷേ അതൊന്നും കൂട്ടാക്കാതെ തന്നെ കൃത്യമായിട്ട് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ്, അല്ലേ? അങ്ങനെ വേണം കരുതാൻ സ്മിത. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം അത് ഈ ഗാനത്തെ ചൊല്ലിയുള്ള സംവാദമാണ് എന്നുള്ളതാണ് നിലവിൽ CPMന്റെ ഒരു വിലയിരുത്തൽ. അതിനെ തുടർന്നാണ് ഈ ഗാന രചയിതാവിന് എതിരെ ഉൾപ്പെടെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 3 പേർക്കെതിരെ കേസ്, ഒരു സ്ഥാപനത്തിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിലവിൽ മെറ്റയ്ക്ക് ഉൾപ്പെടെ കത്തു നൽകി ഇതിന്റെ വിവരശേഖരണം നടത്തുകയാണ് അന്വേഷണ സംഘം. സൈബർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകിയ ആളിനെ, പ്രസാദിനെ വിളിച്ച് വരുത്തി മൊഴിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നു. അദ്ദേഹത്തിന് നോട്ടീസ് നൽകി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നാളെ എത്തിച്ചേരണമെന്നാണ്. അദ്ദേഹം എത്തിച്ചേരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ ഇപ്പോൾ CPM പറഞ്ഞു വെക്കുന്നത്, തങ്ങളാരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതിയുമായി പോയില്ലല്ലോ, പുറത്തുനിന്ന് വിശ്വാസികൾ പരാതി നൽകി, പോലീസ് സ്വാഭാവികമായി കേസെടുത്തു എന്നുള്ളതാണ്. പക്ഷേ ആദ്യം മുതൽക്ക് തന്നെ CPM നേതാക്കൾ തന്നെയാണ് ഇതിനെതിരെ, ഈ ഗാനത്തിനെതിരെ ശക്തമായി പരസ്യമായി രംഗത്ത് എത്തിയത്. നമുക്കറിയാം, പല ഘട്ടങ്ങളിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലപാടെടുത്ത് മുന്നോട്ട് പോയ ഒരു സംഘടന CPM. പക്ഷേ ഇപ്പോൾ ഈ ഒരു പാട്ട് എഴുതിയപ്പോൾ എന്തുകൊണ്ട് ഇതിനെ വിമർശിക്കുന്നു എന്നുള്ളതാണ് ചോദ്യമായി ഉയരുന്നത്. VD സതീശൻ പ്രതിപക്ഷ നേതാവ് അടക്കം പരസ്യമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം, BJP നേതാക്കളടക്കം CPMനെതിരെ ഈ പാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം. എന്തായാലും നിലവിൽ CPMനേറ്റ പരാജയത്തെക്കാൾ വലിയ തിരിച്ചടിയായി CPM ഈ പാട്ടിനെതിരെ എടുത്ത നിലപാടിനെതിരെ ഇപ്പോൾ ജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഒരു ആക്ഷേപവുമായി ഉന്നയിച്ച് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ CPM
എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ CPM സംസ്ഥാന ഘടകം ഉൾപ്പെടെ നിയമപരമായ പരാതിയുമായി മുന്നോട്ട് പോകാൻ ആദ്യഘട്ടത്തിൽ തീരുമാനം വന്നു. പക്ഷേ നിലവിൽ ഇപ്പം ഇത്തരത്തിലൊരു ആക്ഷേപം പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്ന സാഹചര്യത്തിൽ പരാതി നിയമപരമായി നൽകുമോ പോലീസിന് CPM നേരിട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും നിലവിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ശക്തമായ നിയമ നടപടികളുമായി പോലീസ് ഇപ്പോഴും മുന്നോട്ട് പോവുക തന്നെയാണ്. വിശ്വാസത്തെ ഹനിക്കാൻ അല്ലെങ്കിൽ കളിയാക്കാൻ അതിന് അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് LDF-ഉം. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.